തമിഴ്നാട്ടിലെ മനോഹരമായ ട്രെയിൻ റൂട്ട് വഴിയാണ് ഞങ്ങളിന്ന് യാത്ര ചെയ്യുന്നത്. നമസ്കാരം, ഞങ്ങളിപ്പോൾ മധുരയിലാണ് ഉള്ളത്. ഇവിടെ നിന്നും എല്ലാ ദിവസവും രാവിലെ 8:20 ബോഡിനായക്കനൂരിലേക്ക് പോകുന്ന പാസഞ്ചർ ട്രെയിനാണ് ഞങ്ങളിന്ന് യാത്ര ചെയ്യുന്നത്. നമുക്ക് പോകാനുള്ള ട്രെയിൻ നമ്മുടെ തൊട്ട് മുന്നിൽ തന്നെയുണ്ട്. ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ 6-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ നമുക്ക് പോകേണ്ട റൂട്ട് വരുന്നത് ഈ ഒരു മുൻഭാഗത്തേക്കാണ്. അവിടെയാണ് നമ്മുടെ ലോക്കോമോട്ടീവൊക്കെ ഉള്ളത്. ഈ ഒരു ട്രെയിനിൻ്റെ ഇവിടെ വന്നപ്പോഴാണ് നമുക്കൊരു കൗതുകം തോന്നിയത്. കാരണം ഇത് നമ്മുടെ നാട്ടിലേക്കൂടെ ഓടുന്ന ഒരു ട്രെയിനാണ് കേട്ടോ. റേക്ക് ഷെയറിംഗ് ഉണ്ട്. നമ്മുടെ കണ്ണൂർ മാംഗ്ലൂർ വണ്ടിയായിട്ടും ഈ ഒരു വണ്ടി പോകുന്നുണ്ട്. അതുപോലെ തന്നെ കണ്ണൂർ കോയമ്പത്തൂർ വണ്ടിയായിട്ടും പോകുന്നുണ്ട്. പിന്നെ മധുരൈ കോയമ്പത്തൂർ വണ്ടിയായിട്ടും പോകുന്നുണ്ട്. പിന്നെ ഇപ്പം നമ്മൾ യാത്ര ചെയ്യുന്ന മധുരൈ ബോഡിനായക്കനൂർ വണ്ടിയായിട്ടും ഇത് റേക്ക് ഷെയറിംഗ് ഉണ്ട്. നമുക്ക് എവിടെ വേണമെങ്കിൽ കയറാമല്ലോ. ഇവിടെ നിന്ന് ആരും ഇല്ല ശരിക്കും പറഞ്ഞാൽ. ഇവിടെ ഇതാ മധുരൈ ജംഗ്ഷൻ എന്നുള്ള ഒരു ചെറിയൊരു ബോർഡ്. ഇനിയിപ്പം ഇതിൻ്റെ ലോക്കോമോട്ടീവ് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. ആ ഒരു ഭാഗത്താണ് അത് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. WDP-4D ഇതാണ് നമ്മുടെ ട്രെയിനിൻ്റെ ലോക്കോമോട്ടീവ് വരുന്നത്. ബോഡിനായക്കനൂർ വരെ ഈ ഒരു ലോക്കോമോട്ടീവ് തന്നെയാണ്. മധുരൈ റെയിൽവേ സ്റ്റേഷനാണ് ഈ കാണുന്നത്. ആ ഒരു ഭാഗത്ത് പാണ്ഡ്യൻ എക്സ്പ്രസ് ആണുള്ളത്. അതുപോലെ തന്നെ ഇവിടേക്ക് ഒരുപാട് ലോക്കോമോട്ടീവുകളുണ്ട്. WDP-4D ഇവിടെ ഇതാ. അതുപോലെ തന്നെ മധുരൈ ജംഗ്ഷൻ ഒരു നെയിം ബോർഡ്. ഈ ഒരു സ്റ്റേഷൻ്റെ കോഡ് വരുന്നത് MDU എന്നാണ്. ഇവിടെയൊക്കെ റെയിൽവേ സ്റ്റേഷൻ്റെ വർക്കാണ്. മുഴുവനും റിനോവേഷൻ ആണ് കേട്ടോ. മധുരൈ റെയിൽവേ സ്റ്റേഷൻ കുറച്ച് വർഷം കഴിഞ്ഞാൽ ടോട്ടലി മാറും. നല്ല അടിപൊളി മോഡേൺ റെയിൽവേ സ്റ്റേഷൻ ആവും. നമുക്ക് രാവിലെ ഇവിടെ നിന്ന് തന്നെ ഭക്ഷണം വാങ്ങിച്ചിട്ട് തന്നെ കയറാം. 6-ൽ ഇവിടെ തന്നെ ഭക്ഷണം ഇവർ സപ്ലൈ ചെയ്യുന്നുണ്ട്. രണ്ട് സെറ്റ് വാങ്ങിച്ചോട്ടെ നവി. 2 സെറ്റ്. ഞങ്ങൾ മുന്നിൽ എന്തായാലും കയറുന്നില്ല. എന്നാൽ ഏറ്റവും പുറകിലും അല്ല. ഏറ്റവും പുറകുന്നൊരു 3-ാമത്തെ കോച്ച്. ഇവിടെ കയറാം. എവിടെ വേണമെങ്കിലും ഇരിക്കാം. ഇഡ്ഡലിവട ഒരെണ്ണത്തിന് 40 രൂപയും പിന്നെ ഈ ഒരു വടക്ക് 25 രൂപയായത്. 2 വടയുണ്ട്. അതുപോലെ ടോട്ടല് 105 രൂപയായിട്ടാ. എത്ര ഇഡലി ഉണ്ട് നോക്കണമല്ലോ. 4 ഇഡലി ഉണ്ട്, ചട്നി ഉണ്ട്, സാമ്പാറുണ്ട്. ഭക്ഷണമൊക്കെ കഴിച്ചു. കുഴപ്പമില്ലാത്ത ഭക്ഷണം തന്നെയായിരുന്നു. പിന്നെ നമ്മുടെ ഈ ട്രെയിൻ പോകുന്ന റൂട്ട് ഉസിലാംപട്ടി തേനി വഴിയാണ് ബോഡിനായക്കനൂരിലേക്ക് പോകുന്നത്. ഞങ്ങൾ ഇതിനു മുന്നേ തന്നെ ഈ ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ട്. അന്ന് തേനി വരെയാണ് യാത്ര ചെയ്തത്. ആ സമയത്തൊന്നും തേനി ടു ബോഡിനായക്കനൂർ റൂട്ടൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് പിന്നെ മൊത്തത്തിൽ തന്നെ യാത്ര ചെയ്യാമെന്ന് കരുതി. നമുക്ക് മധുരൈ ജംഗ്ഷനിൽ നിന്ന് ബോഡിനായക്കനൂർ വരെ ഒരാൾക്ക് വന്ന ടിക്കറ്റ് ചാർജ് 25 രൂപയാണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ മധുരയിൽ നിന്ന് തേനിയിലേക്ക് വഴി ബോഡിനായക്കിലേക്ക് 2 വണ്ടികളാണ് ഉള്ളത്. ഒന്ന് പറഞ്ഞാൽ MGR ചെന്നൈ സെന്ററിൽ നിന്ന് വരുന്ന വണ്ടി ബോഡിനായക്കിലേക്ക് പോകുന്ന സൂപ്പർ ഫാസ്റ്റ്. അത് ഇവിടുന്ന് രാവിലെ 7:15. അത് എല്ലാ ദിവസമൊന്നും ഇല്ല. ട്രൈ വീക്കിലി വണ്ടിയാണ്. ചൊവ്വാഴ്ച, വ്യാഴാഴ്ച, ശനിയാഴ്ച മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് 8:20 ഈ വണ്ടി. ഈ 2 വണ്ടികൾ മാത്രമേ ഉള്ളൂ ഇവിടുന്ന്. കറക്റ്റ് 8:20 തന്നെ നമ്മുടെ ട്രെയിൻ മധുരൈ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എടുത്തിരിക്കുകയാണ്. മധുരയ്ക്കും ബോഡിനായക്കനൂരിനും ഇടയിൽ ഈ ട്രെയിന് 4 സ്റ്റോപ്പുകളാണുള്ളത്. തിരുച്ചിറപ്പള്ളി തിരുവനന്തപുരം ഇൻട്രസിറ്റി എക്സ്പ്രസിൻ്റെ അനൗൺസ്മെൻ്റ് ആണ് കേൾക്കുന്നത്. മധുരൈ റെയിൽവേ സ്റ്റേഷനോട് വിടാം. സമയം 8:40. വടപളഞ്ചി ഹാൾട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ട്രെയിന് 1 മിനിറ്റാണ് സ്റ്റോപ്പ്. വടപളഞ്ചി എന്നാണ് മനു പറഞ്ഞത്. കാരണം അവനെ ഇംഗ്ലീഷ് നോക്കിയിട്ട്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ തമിഴിൽ വരുന്ന വടപഴഞ്ചി എന്നാണ്. കാരണം നമ്മൾ പല റെയിൽവേ സ്റ്റേഷനും പ്രൊണൗൺസിയേഷൻ വ്യത്യാസം വരുമല്ലോ. ഇവിടുത്തെ ഭാഷയിൽ തന്നെയാണ് അതിൻ്റെ ശരിയായ ഒരു പേര് വരുന്നത്. ഈ ഭാഗത്ത് മുഴുവനും തെങ്ങാണ്. നല്ല കാലാവസ്ഥ. ട്രെയിൻ യാത്ര ചെയ്യാൻ പറ്റിയത് ഏറ്റവും നല്ലത് ഈ ഒരു സമയം തന്നെയാണ്. അടുത്ത സ്റ്റേഷൻ വരുന്നത് ഉസിലാംപട്ടിയാണ്. അവിടത്തേക്ക് ഒരു 10 കിലോമീറ്റർ കൂടി ഉണ്ട്. ഇത്ര നേരം ട്രെയിൻ നല്ല സ്പീഡിലായിരുന്നു വന്നത്. സ്പീഡൊക്കെ കുറഞ്ഞു.
ഈ ഒരു ഭാഗത്ത് കൂടുതലായിട്ടുള്ളത് നെൽകൃഷിയാണ്. അങ്ങ് ദൂരെയായി ഒരുപാട് മലനിരകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതേപോലത്തെ കാഴ്ചകളാണ് നമുക്കിനിപ്പോൾ അങ്ങോട്ട് മുഴുവനായിട്ടുള്ളത്. ഈ ഭാഗത്ത് കാണുന്ന ഇതൊക്കെ പനയാണ്. ഉസിലാംപട്ടി റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് ഏകദേശം എത്താനായി. സമയം 9:06 ഉസിലാംപട്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ചെറിയൊരു ടൗൺ ആണെന്ന് തോന്നുന്നു. റെയിൽവേ സ്റ്റേഷൻ്റെ മുൻഭാഗത്തെ കാണുന്ന കാഴ്ച ഇതാണ്. ഇപ്പോൾ ആ വഴി തന്നെയാണ് നമുക്ക് കടന്നു പോകാനായിട്ടുള്ളത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ ട്രെയിനിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ വിരലെണ്ണാൻ പറ്റുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ. ശരിക്കും ഞങ്ങൾ ആ ഒരു ലോക്കോമോട്ടീവിനെ പോയി കാണിച്ചില്ലേ, ആ ഭാഗത്താണ് ഈ ഒരു സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന ഭാഗം ഉണ്ടായത് റെയിൽവേ സ്റ്റേഷൻ്റെ. അപ്പോൾ അവിടെയാണ് കൂടുതൽ ആൾക്കാർ കയറിയത്. പക്ഷേ ഈ ഒരു പുറകിലേക്ക് വരുമ്പോൾ തന്നെ ആരും തന്നെ ഇല്ല. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് ആണ്ടിപ്പെട്ടി തേനിവരൊക്കെ ഉണ്ടാവുമല്ലോ ആൾക്കാർ, എന്നാലും വണ്ടി കാലിയാണ്. പിന്നെ വേറൊരു കാര്യം, ഞാൻ നേരത്തെ തുടക്കത്തിൽ ഒരു കാര്യം പറഞ്ഞല്ലോ, MGR ചെന്നൈ സെൻട്രലിൽ നിന്ന് ഒരു ട്രൈ വീക്കിലി വണ്ടി ബോഡി നയിക്കൊക്കെ പോകുന്നുണ്ടെന്ന്. അത് നിലവിൽ ഇന്ന് പോകുന്നില്ല. അപ്പം എന്നിട്ട് പോലും എന്താ പറയാ, ഈ വണ്ടി മാത്രമേ ഇന്നുള്ളൂ, അതിൽ പോലും ആളില്ല എന്ന് പറയാം. അപ്പൊ ആ വണ്ടി ഉള്ള ദിവസം ഇതിൽ ഒരു കുഞ്ഞി ഉണ്ടാവില്ല അല്ലേ? ഇവിടെ മുതല് മലനിരകൾ കണ്ടു തുടങ്ങിയാണ്. ഇനി അങ്ങോട്ടുള്ള ഭാഗം മുഴുവൻ ഇങ്ങനെ തന്നെയാണ്. ഈ വണ്ടി നല്ല സ്പീഡിലാണ് പോകുന്നത്. കുറച്ച് കിലോമീറ്ററിലേ പോകാനുള്ളൂ, പക്ഷെ സ്പീഡിന്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല. അത്യാവശ്യം 100ന്റെ അടുത്ത് തന്നെ സ്പീഡിൽ കീപ്പ് ചെയ്ത് പോകുന്നുണ്ട്. നമ്മൾ ഈ ഒരു മലനിരകളൊക്കെ കർവ് ചെയ്തിട്ടാണ് വന്നത്. നല്ല വളവാണുണ്ടായത്. ട്രെയിൻ ഇപ്പോൾ ആണ്ടിപ്പട്ടി റെയിൽവേ സ്റ്റേഷനോട് അടുക്കുകയാണ്. സമയം 9:26 ആണ്ടിപ്പട്ടി. നല്ല റെയിൽവേ സ്റ്റേഷൻ ആണല്ലോ. നല്ല മരങ്ങളാണ്, നല്ല തണലുണ്ട്. റെയിൽവേ സ്റ്റേഷൻ്റെ ഇവിടുന്ന് കാണുന്ന കാഴ്ച ഇതാണ് കേട്ടോ. ആ ഭാഗത്തെല്ലാം മലനിരകളാണ്. ഇവിടെ നമ്മുടെ ട്രെയിന് 1 മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത്. പിന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് എന്തൊക്കെയാണുള്ളത് നോക്കാം. പ്രത്യേകിച്ചൊന്നും തന്നെ ഇല്ല കേട്ടോ. പിന്നെ എന്താ പറയുക, ഇനി അടുത്തത് നമ്മൾ തേനിയാണ്. നമ്മൾ ഇത്ര നേരം മധുര ജില്ലയിലൂടെയാണ് വന്നത്. ഇപ്പം നമ്മൾ തേനി ജില്ലയിലേക്ക് കയറിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ആണ്ടിപ്പട്ടി നിന്നാണ് നമ്മുടെ പശ്ചിമഘട്ടത്തിന്റെ ആരംഭം എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഈ ഒരു ആണ്ടിപ്പട്ടി എന്നൊരു സ്ഥലത്തെക്കുറിച്ച് ഇവിടെ രാഷ്ട്രീയപരമായി പറയുകയാണെങ്കിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അത് വേറൊന്നുമല്ല, തമിഴ്നാട് മുൻ മുഖ്യമന്ത്രിയുമായ MG രാമചന്ദ്രൻ, ജയലളിത തുടങ്ങിയ ആ ഒരു പ്രമുഖമായ ആൾക്കാരാണല്ലോ. അവരുടെ മണ്ഡലം എന്ന് പറയുന്നത് ഈ ആണ്ടിപ്പട്ടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ട്രെയിൻ പോകുന്നത് 100 km/h സ്പീഡിന്റെ മുകളിൽ തന്നെയാണ്. കുറച്ച് കിലോമീറ്ററേ ഓടുന്നുള്ളെങ്കിലും സ്പീഡിന്റെ കാര്യത്തിൽ ഇത് പക്കയാണ്. തേനി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു 5 കിലോമീറ്ററിന്റെ മുകളിലുണ്ട്. ഈ കാണുന്ന റോഡ് കൊച്ചി ധനുഷ്കോടി ഹൈവേ ആണ്, NH 49.
ട്രാക്കിനോട് സമാന്തരമായിട്ട് തന്നെയാണ് റോഡും പോകുന്നത്. സമയം 9:40. തേനി റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മുടെ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. തേനിയിൽ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ വണ്ടി വന്നത്. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്ത് നിന്ന് കാണുന്നൊരു കാഴ്ചയാണ്, ആ ഭാഗത്ത് മുഴുവനും മലനിരകളാണ്. കൂടുതൽ പേരും ഇവിടെ തന്നെയാണ് ഇറങ്ങുന്നത്. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ് ഈ കാണുന്നത്. ടിക്കറ്റ് കൗണ്ടറൊക്കെ വരുന്നത് ആ ഒരു ഭാഗത്താണ്. ഈ വഴി തന്നെയാണ് കൂടുതൽ ആൾക്കാർ ഇറങ്ങിപ്പോകുന്നത്. വേറെ വണ്ടിയൊന്നും ഈ ടൈമിലില്ലല്ലോ. തേനി റെയിൽവേ സ്റ്റേഷൻ്റെ കോഡ് വരുന്നത് TENI എന്നാണ്, അതായത് തേനി തന്നെയാണ്. ഞങ്ങൾ അന്ന് ഈ ട്രെയിൻ വരുമ്പോൾ ഇവിടം വരെയാണ് വന്നത്. ഇനിയിപ്പോൾ ബോഡി നായ്ക്കന്നൂരിലേക്ക് 15 കിലോമീറ്റർ ഉണ്ട്. 15 കിലോമീറ്ററിന്റെ അടുത്ത് സ്റ്റോപ്പും വരുന്നത് തന്നെയാണ്. ഈ പറഞ്ഞ പോലെ തേനിയാണ് ഇവിടുത്തെ ഈ റൂട്ടിലെ പ്രധാനപ്പെട്ട സ്റ്റേഷൻ, പ്രധാനപ്പെട്ട ടൗണും. അന്ന് ഞങ്ങൾ വന്ന സമയത്ത് ഉണ്ടല്ലോ, ഇവിടെ ഇറങ്ങി പുറത്ത് ഓട്ടോ ആക്കിയിട്ട് നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോയി തിരിച്ച് മധുരയ്ക്ക് തിരിച്ചു പോയത്. ഇവിടെ ഈ സ്റ്റേഷന്റെ ഭാഗത്തേക്ക് നിൽക്കുമ്പോൾ നല്ല കാറ്റാണ്. കാരണം ഇതിന്റെ ഇപ്പുറത്ത് നിങ്ങൾ കണ്ടല്ലോ, നല്ല മലനിരകളും ഇങ്ങനെ കാറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റാണ്. നല്ല അടിപൊളി റെയിൽവേ സ്റ്റേഷനാണ്. ഇനിയിപ്പോൾ ബോഡി നായ്ക്കൊന്ന് എത്തിയ ശേഷം മനസ്സിലാക്കണം അവിടെ എങ്ങനെയാണെന്നൊക്കെ. അവിടെ ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. തേനി റെയിൽവേ സ്റ്റേഷൻ ഇതാ നമ്മുടെ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. അതിലൂടെ തന്നെയാണ് ആ ഹൈവേയും പോകുന്നത്. ഇത് വലിയ മലനിരകളല്ലേ. ആ മലയുടെ അപ്പുറത്തെ സൈഡ് കേരളമാണ്. ഇവിടെ മൂന്നാർ സൈഡ് പൂപ്പാറ. ബോഡി നായ്ക്കന്നൂർ പാസഞ്ചറിന്റെ അകത്തെ കാഴ്ചയാണിത്. ഞങ്ങൾ രണ്ടുപേരും മാത്രം, വേറെ ആരും തന്നെ ഇല്ല. ട്രെയിൻ ഇപ്പോൾ ബോഡി നായ്ക്കന്നൂരിലെത്തി. സ്റ്റേഷനിലേക്ക് 1 കിലോമീറ്റർ. അങ്ങനെ ബോഡിയിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. മധുരയിൽ നിന്നും 89 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇതാ ബോഡി നായക്കന്നൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ 10:30ക്കാണ് എത്തേണ്ടത്. 9:58 ആകുമ്പോഴേ എത്തി. ഇതൊരു ഡെഡ് എൻഡ് റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ നിന്ന് ഇപ്പോൾ ലോക്കോ റിമൂവ് ചെയ്യുന്നതൊക്കെ കാണാമെന്ന് വിചാരിച്ച് പെട്ടെന്ന് വന്നപ്പോഴത്തേക്ക് അവർ അപ്പം തന്നെ അത് റിമൂവ് ചെയ്തതാണ്. അവിടെ നിന്ന് തിരിച്ച് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് അതിപ്പോൾ കൊണ്ടുവെക്കും. ഇവിടെ ടോട്ടലി 2 പ്ലാറ്റ്ഫോമുകളാണ് ഉള്ളത്. പിന്നെ ഇവിടെ വാട്ടറിങ് സൗകര്യമൊക്കെ ഉണ്ട്. കാരണം MGR ചെന്നൈ സെൻട്രലിലോട്ട് പോകുന്ന എക്സ്പ്രസ് ഒക്കെ ഉണ്ടല്ലോ, അതിന് ഇവിടുന്ന് വെള്ളമൊക്കെ നിറക്കണമല്ലോ. ബോഡി നായ്ക്കന്നൂർ എന്നുള്ളൊരു
നെയിം ബോർഡ് ഉള്ളത് അങ്ങ് അവിടെയാണ്. ഇനിയിപ്പോൾ അവിടത്തോട്ട് പോവാം. ഇതിനി ഇവിടുന്ന് വൈകുന്നേരം മാത്രമേ ഉള്ളൂ. ഈ വൈകുന്നേരം വരെ ഈ വണ്ടി ഇവിടെ തന്നെ. നമ്മൾ അവിടുന്ന് നേരെ ഈ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെ ഇവിടെ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ആ ട്രെയിനിൻ്റെ ആ ലോക്കോമോട്ടീവ് അവിടെ പോയിട്ട് ഇനിയിപ്പോൾ തിരിച്ച് ഈ ഒരു ലൈനിലോട്ട് വരും. BDNK എന്നാണ് ഈ ഒരു സ്റ്റേഷൻ്റെ കോഡ് വരുന്നത്. തമിഴുണ്ട്, ഹിന്ദി ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്. ഇന്ത്യൻ റെയിൽവേയിൽ 3 തരത്തിലുള്ള ഗേജുകളാണ് ഉള്ളത്. നാരോ ഗേജ്, മീറ്റർ ഗേജ്, ബ്രോഡ് ഗേജ് എന്ന തരത്തിൽ. ഈ പറഞ്ഞ 3 തരത്തിലുള്ള ഗേജുകൾ ഉണ്ടായ ഒരു ലൈനും റെയിൽവേ സ്റ്റേഷനുമാണ് നമ്മുടെ ബോഡി നായ്ക്കന്നൂർ ഈ പറഞ്ഞ ലൈൻ വരുന്നത്. ഈ പറഞ്ഞ ലൈൻ ആദ്യമായി ഓപ്പൺ ആയത് 1909-ലാണ്. പിന്നീട് 1915-ൽ നമ്മുടെ 1-ാം ലോക മഹായുദ്ധത്തിൻ്റെ സമയത്ത് ഈ പറഞ്ഞ ആ ഒരു പാത ഇതൊക്കെ അടക്കുകയുണ്ടായി. അതേസമയം തന്നെ ഇവിടെ ഉണ്ടായ ട്രാക്കും സംഭവങ്ങളൊക്കെ എന്താ പറയുക നീക്കം ചെയ്യപ്പെടുകയുണ്ടായി. പിന്നീട് 1954-ലാണ് ഇത് വീണ്ടും പുനഃസ്ഥാപിക്കപ്പെട്ടത്. അങ്ങനെ ഇരിക്കെ ഈ പറഞ്ഞ മീറ്റർ ഗേജിലേക്ക് കൺവേർഷൻ ചെയ്യേണ്ടായി. 2011-ൽ ഈ പറയുന്ന പാത വീണ്ടും അടക്കേണ്ടായി. അതുവരെ ഇത് മീറ്റർ ഗേജാണ് ഉണ്ടായത്. 2011-ൽ ഇത് അടക്കേണ്ടായി. പിന്നീട് ഈ പറഞ്ഞ ബ്രോഡ് ഗേജിൻ്റെ ആ ഒരു പരിപാടികളൊക്കെ അതിൻ്റെ ഇതൊക്കെ കണ്ടിന്യൂസ് ആയി നടന്നുകൊണ്ടിരുന്നു. ഈ പറഞ്ഞ പോലെ പിന്നെന്താ പറയുക ആ ഒരു 12 വർഷക്കാലം ഈ പറയുന്ന ബോഡി നായ്ക്കന്നൂർ ഭാഗത്തേക്ക് ട്രെയിൻ വന്നതേ ഇല്ല. ഇതെപ്പോഴാണ് ഓപ്പൺ ആവുകയെന്ന് ഈ നാട്ടുകാർ, കാരണം നാട്ടുകാരിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 2023 ജൂൺ മാസത്തിലാണ് ഈ പറഞ്ഞ ബ്രോഡ് ഗേജ് പാത ഇവിടത്തേക്ക് ഓപ്പൺ ആയത്. അതായത് 12 വർഷങ്ങൾക്ക് ശേഷമാണ് ബ്രോഡ് ഗേജ് വഴി ഇവിടത്തേക്ക് ട്രെയിൻ വന്നത്. ശരിയായ ഡേറ്റ് പറയുകയാണെങ്കിൽ ജൂൺ 15-ന് കഴിഞ്ഞ വർഷം 2023-ലാണ് ഇവിടത്തേക്ക് ആദ്യമായി ട്രെയിൻ വന്നത്. അതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ആ ഒരു വീഡിയോസൊക്കെ നിങ്ങൾ പല മാധ്യമങ്ങളിലൂടെ കേട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. കാരണം ഇവിടുത്തെ നിവാസികൾക്ക് അതൊരു ഉത്സവം തന്നെയായിരുന്നു. കാരണം ഒരു നാട്ടിലേക്ക് ട്രെയിൻ വരുന്നതാണല്ലോ. അപ്പം ഈ പറയുന്ന ബോഡി നായ്ക്കന്നൂർ വരുന്നത് മധുര ഡിവിഷൻ്റെ കീഴിലാണ്. ഇനിയിപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷനൊക്കെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. നമുക്കിനിയിപ്പോൾ ഇവിടുത്തെ ബസ് സ്റ്റാൻഡിലോട്ട് പോവാം. ബോഡി നായ്ക്കന്നൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഈ ഒരു ഭാഗത്തെ കാഴ്ച ഇങ്ങനെയാണ്. ഇവിടെ നമുക്ക് ഓട്ടോ സ്റ്റാൻഡൊക്കെ കിട്ടും. ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക് പോകണമെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോയ്ക്കാക്കി പോകാം കേട്ടോ. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ ടിക്കറ്റ് കൗണ്ടറൊക്കെ വരുന്നത് ഈ ഒരു ഭാഗത്ത് തന്നെയാണ്. അതുപോലെ തന്നെ ഈ റെയിൽവേ സ്റ്റേഷനിൽ കാണുന്നൊരു കാഴ്ച വലിയ മലനിരകൾ മുഴുവൻ ഈ ഒരു ഭാഗത്തേക്കാണ്. നമ്മുടെ ആ ഒരു തേനി സൈഡിലെ ഒരു ഭാഗത്തേക്കാണ് മലനിരകൾ മുഴുവനും വരുന്നത്. ഇനിയിപ്പോൾ ഇവിടുന്ന് 1.3 കിലോമീറ്റർ ഉണ്ട്. നമുക്ക് ബസ് സ്റ്റാൻഡിലേക്ക് പോവാം. ഞങ്ങൾ ഓട്ടോ നടക്കുന്നില്ല, നടന്നിട്ട് തന്നെ പോവാം. ഗൂഗിൾ മാപ്പിൽ ഇപ്പോൾ എത്ര കിലോമീറ്ററാണ് കാണിക്കുന്നത്? 1.3 എന്നാണ് നേരത്തെ കണ്ടത്. വീണ്ടും അപ്ഡേറ്റ് ചെയ്തപ്പോൾ 1.5 ആയി. അപ്പോൾ 1.5 തന്നെയാണ്. ഈ ഒരു വഴിയല്ല, നേരെയുള്ള ഈ ഒരു വഴി. നല്ല മരത്തണലൊക്കെയാണ് ഈ ഒരു വഴി. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബോഡി നായ്ക്കന്നൂർ നമ്മുടെ കേരളത്തിൻ്റെ ബോർഡറോട് ചേർന്ന് കിടക്കുന്ന ചെറിയൊരു പട്ടണമാണ്. ഈ ഒരു ലൈൻ തന്നെ, ഈ ഒരു റെയിൽവേ റൂട്ട് തന്നെ നമ്മുടെ മൂന്നാർ വരെ വേണമായിരുന്നു. തമിഴ്നാടുകാർ അവരുടെ എല്ലാ ഭാഗത്തേക്കും ലൈനാകും. പക്ഷെ നമ്മുടെ മൂന്നാറിലൊക്കെ മുമ്പ് റെയിൽവേ ലൈനൊക്കെ ഉണ്ടായിരുന്നു. അത് ആ ഒരു വലിയൊരു പ്രളയത്തിൽ പോയതാണ്. അതുപോലെ തന്നെ എന്താ പറയാം, ഇവിടുന്ന് നമ്മുടെ ബോഡിമെട്ട് ഫാൾസ് വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട്. അവിടെ കയറി കഴിഞ്ഞാൽ ഈ പറഞ്ഞ നമ്മുടെ ബോഡി നായ്ക്ക് ഒരു നല്ല വ്യൂ ഒക്കെ കിട്ടും. ഈ ബോഡിമെട്ട് എന്ന് പറഞ്ഞ ഒരു ഫാൾസ് വരുന്ന നമ്മുടെ കേരള ബോർഡറോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഭാഗത്താണ്. കാരണം സൂര്യനെല്ലി ആ കുളുക്കുമല റോഡ് വഴിക്ക് വരുന്നത്, അതിപ്പോൾ പോയവർക്ക് അറിയായിരിക്കും. അപ്പോൾ അവിടെ ഈ പറഞ്ഞ ഇവിടുന്ന് നമ്മുടെ ബോർഡറിലേക്ക് 28 കിലോമീറ്ററാണ് വരുന്നത്. അപ്പോൾ കേരളത്തേക്ക് പോകാനൊക്കെ അടിപൊളി തന്നെയാണ് ഈ ബോഡി നായ്ക്കൂർ ഇറങ്ങിക്കഴിഞ്ഞാൽ. നമുക്ക് എന്താ പറയുക, മൂന്നാറിലേക്ക് എങ്ങനെ ട്രെയിനിൽ പോകാന്ന് പറഞ്ഞാൽ ഇവിടെ ഇറങ്ങിയിട്ട് വേണമെങ്കിൽ മൂന്നാറിലേക്ക് ബസ്സിന് പോകാം. കാരണം മൂന്നാറിലേക്ക് ഇവിടുന്ന് 69 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. ഒരു 2 മണിക്കൂർ കൊണ്ട് എത്തും. റോഡ് വഴി വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അടുത്ത നമ്മുടെ കേരളത്തിന്റെ ഒരു ടൗൺ എന്ന് പറഞ്ഞാൽ പൂപ്പാറയിലേക്ക് 39 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. പൂപ്പാറ അറിയാമല്ലോ, ഇടുക്കിയിലത്തെ ഒരു ടൗൺ. എന്താ പറയുക, ഇടുക്കി ആയിട്ട് അങ്ങനെ അത്ര അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ ബോഡി നായ്ക്കന്നൂർ എന്ന് പറയുന്നത്. ഇവിടം വരെ ട്രെയിൻ എത്തിയല്ലോ. അപ്പോൾ ഈ പറഞ്ഞു വന്ന അതല്ല, നമ്മൾ ഇടുക്കി ജില്ലയിലും ഈ പറഞ്ഞ വയനാട് ജില്ലയിലും റെയിൽപാതയില്ലല്ലോ. ഇവിടുത്തെ ചെറിയൊരു ബാർബർ ഷോപ്പാണ് ഇത്. മുടി വെട്ടുന്ന ഒരു ചെറിയൊരു കട. ഈ ഒരു വഴിയാണ് നമുക്ക് നടന്നിട്ട് പോകാനുള്ളത്. ഇനിയിപ്പോൾ ഒരു 300 മീറ്ററും കൂടി ഉണ്ടാവുള്ളൂ ബസ് സ്റ്റാൻഡിലേക്ക്. ഇവിടെയൊക്കെ കൊച്ചു കൊച്ചു കടകളാണ് ഉള്ളത്, ബാക്കിയൊക്കെ വീടുകളാണ്. ഈ ഒരു ബോഡി നായ്ക്കന്നൂർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു
നെയിം കുറച്ച് നീട്ടപ്പേരാണല്ലോ. ഇവിടെ ഉള്ള ആൾക്കാരായാലും ഇവിടത്തേക്ക് വരുന്ന ബസ്, ട്രെയിൻ ആയാലും എല്ലാത്തിലും ബോഡി എന്ന് മാത്രമേ വെക്കുള്ളൂ. അതായത് BODI ആകുമ്പോൾ കുറച്ച് ഒരു ചുരുക്കപ്പേരാണല്ലോ. ബസ്സിൻ്റെ ബോർഡിലായാലും ബോഡി എന്ന് മാത്രമേ കാണുള്ളൂ. ടൗണിൻ്റെ ഈ ഒരു ഭാഗത്തുനിന്ന് നേരെ കാണുന്ന ഇവിടെ തന്നെയാണ് ബസ് സ്റ്റാൻഡ് വരുന്നത്. ഞങ്ങൾക്കിനിപ്പോൾ നേരെ പോകേണ്ടത് മധുരയിലേക്കാണ്. പക്ഷേ ഞങ്ങൾ തേനി പോയിട്ട് തേനിന്ന് മധുര ബസ് പിടിക്കാനാണ് പ്ലാൻ. കാരണം ഇവിടെ നിന്നും ഉണ്ടാവും, പക്ഷെ നല്ലോണം ബസ്സുകൾ തേനി ഭാഗത്തേക്കായിരിക്കും അല്ലേ? ഇഷ്ടംപോലെ മധുരക്ക് വണ്ടി ഉണ്ടാവും. ഇവിടുന്ന് മധുരക്ക് ഡയറക്റ്റ് ഉണ്ടെങ്കിൽ കയറാം. ആ ഒരു ഭാഗത്തേക്കൊക്കെ പോയിട്ട് വരാം. ഇതാണ് ബോഡി നായ്ക്കന്നൂർ ബസ് സ്റ്റാൻഡ് വരുന്നത്. നമ്മളൊരു ബസ്സിൽ കയറിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ പോകുന്ന ബസ്. ഇത് നേരെ പോകുന്നത് തേനി പുതിയ ബസ് സ്റ്റാൻഡിലേക്കാണ്. അവിടെ നിന്നാണ് നമുക്ക് മധുരൈ ബസ് കിട്ടുക കേട്ടാ. അപ്പോൾ ഇതിപ്പോൾ ഇവിടുന്ന് എടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 15 മിനിറ്റ് കൊണ്ട് എത്തും അല്ലേ? ബോഡിന്ന് തേനിയിലേക്ക് നമുക്ക് 15 രൂപയാണ് ടിക്കറ്റ് ചാർജ് ആയത് ഒരാൾക്ക്. 16 കിലോമീറ്റർ വരാൻ അരമണിക്കൂറാണ് എടുത്തത്. ഇനിയിപ്പോൾ ഇവിടുന്ന് നമുക്ക് മധുരയിലേക്ക് ഒരു ബസ് പിടിക്കണം. ഇവിടുന്ന് കുമളിയൊക്കെ തൊട്ടടുത്താണ് കേട്ടോ. 65 കിലോമീറ്റർ പോകാനുള്ളൂ. നല്ല റോഡാണ്. 1.5 മണിക്കൂർ കൊണ്ട് എത്തും. കുമളി പോയി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലേക്ക് കൊന്നക്കാട് ഭാഗത്തേക്ക് KSRTC ഒക്കെ ഉണ്ട് കേട്ടോ. അതൊരു നല്ല അടിപൊളി വണ്ടിയാണ്. ഇനിയിപ്പം നല്ലൊരു വണ്ടി നോക്കി കയറാം. ഈ ഒരു ബസ് കുമളിയാണ്, ഈ ഒരു പ്രൈവറ്റ്. നല്ല ലുക്കില്ല വണ്ടി കാണാൻ. തമിഴ്നാട്ടിൽ വെച്ച് നമ്മുടെ ആനവണ്ടീനെ കണ്ടിരിക്കുകയാണ്. അതിൻ്റെ ബോർഡൊന്ന് പോയി നോക്കിയിട്ട് വരാം. ഇവിടത്തേക്കാണ് മിക്കവാറും കുമളി ആയിരിക്കും. എന്നാലും ഇവിടെ വരെ വന്നിട്ട് അത് കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ. എവിടെയായിരിക്കും ഗസ് ചെയ്യുന്നത്? എവിടെയായിരിക്കും? കുമളി ആയിരിക്കും. വേറെ എവിടെ? അല്ല, മൂന്നാർ. മൂന്നാറല്ലേ? മൂന്നാർ അവിടെ ഉണ്ടല്ലോ ഒന്ന്. എവിടെ? ഇവിടെ ഒന്നുണ്ട്. അതും ഇങ്ങനെ തന്നെ വേറെയാണ്. വേണാട് എല്ലാം നോക്കണമല്ലോ നമുക്ക്. ഇത് അടിമാലി, പൂപ്പാറ, അങ്ങനെ ഒരുപാട് റൂട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 വണ്ടി ഇനി നമുക്ക് ഇവിടുന്ന് കാണാനായിട്ട് സാധിച്ചു. ഇനി നമുക്ക് നമ്മുടെ മധുര വണ്ടിക്ക് പോയി കയറാം. മധുരൈ. ഇനിയിപ്പോൾ ഈ ഒരു ബസ്സിന് നമുക്ക് കയറി പോവാം. ഒരു ടോൾ ഗേറ്റിലെത്തിയിരിക്കുകയാണ്. മധുരയിലേക്കൊരു പ്രൈവറ്റ് ബസ്. ട്രെയിൻ ഓവർടേക്ക് ചെയ്ത് സമയം ഇപ്പോൾ 1:30 നമ്മൾ അവിടുന്ന് 11:50 കയറിയത്. നമുക്ക് ഒരാൾക്ക് ബസ് ഫെയർ ആയത് 60 രൂപയാണ്. 2 പേർക്കും കൂടെ 120 രൂപയായി. ഇപ്പോൾ മധുരയിൽ നമ്മളിതാത്തിരിക്കുകയാണ്. തേനിന്നുള്ള ബസ്സിൽ കയറി നമ്മൾ നേരെ ഇറങ്ങിയത് അറപ്പാളയം എന്ന് പറഞ്ഞ ബസ് സ്റ്റാൻഡാണ്. അവിടുന്ന് വീണ്ടും ഒരു ബസ്സിന് കയറി പെരിയാർ ബസ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടുന്ന് ഇവിടത്തേക്ക് 15 രൂപയാണ് ഒരാൾക്കായത്. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ ഉള്ള റൂമിലേക്ക് പോവുകയാണ്. ബസ് ഇറങ്ങി അവിടെ നിന്നുണ്ടല്ലോ, ആർപ്പാളം എന്ന് പറഞ്ഞ ബസ് സ്റ്റാൻഡിൽ ഇവിടത്തേക്ക് 3 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. റെയിൽവേ സ്റ്റേഷനൊക്കെ വരുന്നത് ഈ ഒരു ഭാഗത്ത് തന്നെയാണ്. അതുപോലെ തന്നെ ബോഡി നായ്ക്ക് എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ ആകെ 2 ട്രെയിനുകൾ മാത്രമേ പോകുന്നുള്ളൂ. ഓൾറെഡി പറഞ്ഞാണ് നമ്മുടെ MGR ചെന്നൈ സെൻട്രൽ ബോഡി നായ്ക്കന്നൂർ സൂപ്പർ ഫാസ്റ്റും പിന്നെ മധുരൈ ബോഡി നായ്ക്കന്നൂർ പാസഞ്ചറും. ഈ പറഞ്ഞ 2 വണ്ടികൾ രാവിലെ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ തന്നെയാണ് കിടക്കുന്നത്. രാത്രിക്ക് ഈ പറഞ്ഞ വൈകുന്നേരം 5:50 ഈ പറഞ്ഞ പാസഞ്ചർ മധുരയിലേക്ക് വരും. അതുപോലെ തന്നെ ചെന്നൈയിലേക്കാണെങ്കിലും രാത്രി 8:00. അങ്ങനെയാണ് ആ ഒരു ബോഡി നായ്ക്കന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൻ്റെ ഒരു സമയം എന്ന് പറയുന്നത്. അതെ. അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു ബൈ ബൈ.